കൊല്ലം ആലപ്പുഴ തീരങ്ങളിലേക്കൊക്കെയാണ് കണ്ടെയ്നറുകൾ എത്തുന്നത്. വിവിധയിടങ്ങളിലായി 13 കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിൽ ചെറിയഴിക്കൽ, നീണ്ടകര, പരിമളം, ശക്തികുളങ്ങര, മദാമത്തോപ്പ് എന്നിവിടങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നറിനടുത്തു നിന്ന് 200 മീറ്റർ അകലം പാലിക്കണമെന്ന കർശന നിർദ്ദേശമുണ്ട്. അതേസമയം ആലപ്പുഴയിലും 2 കണ്ടെയ്നറുകൾ കണ്ടെത്തി. തറയിൽ കടവ് ഭാഗത്ത് നിന്നാണ് കണ്ടെയ്നറുകൾ കണ്ടെത്തിയത്. കണ്ടെയ്നറിലുള്ളത് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളാണോ എന്ന സംശയങ്ങളുണ്ട്. ഷമീർ അബ്ദുളും ദേവൻ എം പിയും ഉണ്ട്. ആദ്യം ഷമീറിലേക്ക് പോകാം. ഷമീർ, കൂടുതലിടങ്ങളിൽ കണ്ടെയ്നറുകൾ കണ്ടെത്തുന്നുണ്ട്. കൊല്ലത്ത് പലയിടങ്ങളിലും തീരങ്ങളിലേക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കർശനമായ നിർദ്ദേശങ്ങൾ അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ് ഒക്കെ അടക്കമുള്ളവർ. ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? സേതുലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെയും കണ്ടത് റെഫ്രിജറേറ്റർ കണ്ടെയ്നറുകളാണ്. എങ്കിൽ ഇപ്പോൾ ചുവന്ന നിറത്തിലുള്ള അമിത ഭാരമായിട്ട് വരുന്ന കണ്ടെയ്നറുകൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ശക്തികുളങ്ങര ഹാർബറിൽ നമുക്ക് ക്യാമറ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാകും. അതായത് ഇവിടെ നിന്ന് ഈ ക്യാമറ ദൃശ്യങ്ങൾ അത് വ്യക്തമാകുന്നത് വളരെ ഭാരമുള്ളൊരു കണ്ടെയ്നർ ഒഴുകി ഈ ശക്തികുളങ്ങര ഭാഗത്തേക്ക്, അതായത് നമ്മൾ നിൽക്കുന്ന ഈ ദിശയിലേക്ക് ഒഴുകി വരുന്നുണ്ട്. ഇതുവരെയും റെഫ്രിജറേറ്റർ കാലിയായ കണ്ടെയ്നറുകളാണ് കണ്ടെത്തിയെങ്കിൽ ഇപ്പോൾ വെയിറ്റുള്ള കണ്ടെയ്നർ, അതുപോലെ തന്നെ ആ കപ്പലിലുണ്ടായിരുന്നതെന്ന് കരുതുന്ന ഒരു ലൈഫ് ബോട്ട്, അതും നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണാം. അതും ഈ ശക്തികുളങ്ങര തീരത്തോടടുത്ത് ഒഴുകി നടപ്പുണ്ട്. അതുപോലെ ഓയിൽ നിറച്ച കണ്ടെയ്നർ ബാരലുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കൊല്ലം തീരത്തേക്ക് ഇപ്പോൾ ഏതാണ്ട് 15 കണ്ടെയ്നറുകൾ ഒഴുകി എത്തിയിട്ടുണ്ട്. ഒന്നിൽ ഒരു കണ്ടെയ്നറിൽ മറ്റൊരു കണ്ടെയ്നർ ലോക്ക് ചെയ്ത നിലയിലാണ് ഇത്തരത്തിൽ കാണപ്പെടുന്നത്.